ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ. എനിക്ക് ഈ കൂപ്പണും ഈ കിറ്റിൻ്റെ കാര്യം എനിക്കറിയില്ല. കാരണം ഞാൻ അങ്ങനെ അത് അറിയണമെന്ന് പറഞ്ഞാൽ ഒരു മാസം മുമ്പ് ഈ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ അതിൻ്റേതാണ് 2 കുട്ടികൾ ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ അച്ഛനീ അതിദരിദ്രരുടെ ലിസ്റ്റിലാണല്ലോ, അതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ അച്ഛനും കിട്ടണുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ലോട്ടറി തട്ടും ഇതൊക്കെ കൂടി തന്നിരുന്നു കച്ചവടത്തിന്. അത് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാതെ ഒരു സാഹചര്യം വന്നപ്പോൾ സാമ്പത്തികമായിട്ട് ഞാൻ ആഘാതത്തിലാണ്. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമ്പോൾ ഇതിൻ്റെ ഭാഗമായി, ഈ പദ്ധതിയുടെ ഭാഗമായി പലർക്കും കഴിഞ്ഞ 5 വർഷത്തിലധികമായി സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത് പലർക്കും ഭക്ഷ്യധാന്യ കൂപ്പൺ അടക്കം നൽകിക്കൊണ്ടാണ് ഈ ഒരു പദ്ധതി അല്ലെങ്കിൽ ഈ ഒരു അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന പദവിയിലേക്ക് സംസ്ഥാനം ഉയർന്നു വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പരാതികളും ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ചേർത്തല ഡിവിഷനിൽ 25-ാം വാർഡിലെ ഒരു വാർഡിൽ താമസിക്കുന്ന CV ആനന്ദകുമാർ, അദ്ദേഹം ഇപ്പോൾ നമ്മളൊപ്പം ജില്ലയാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ലഭിക്കേണ്ട ഭക്ഷ്യധാന്യ കൂപ്പൺ കോൺഗ്രസിൻ്റെ വാർഡ് കൗൺസിലർ കൂടിയായ സാജു എന്നയാൾ അത് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം കൂടി നമ്മളൊപ്പം ചേരുകയാണ്. ഇത്തരത്തിൽ ഈ ഭക്ഷ്യധാന്യ കൂപ്പൺ ലഭിച്ചില്ല എന്നൊരു പരാതി അങ്ങിപ്പോൾ നഗരസഭാ സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട്. ഈ കൗൺസിലറായ സാജു എന്നയാളാണ് ഇത്തരത്തിൽ ഈ ഒരു ഭക്ഷ്യധാന്യ കൂപ്പൺ നൽകാത്തതെന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ലേ? എന്താണ്? അറിഞ്ഞിരുന്നില്ല, എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ഈ ലിസ്റ്റിൽ പെടുത്തിയതിന് ശേഷം ഇതിൻ്റെ അന്വേഷണത്തിന് ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വരുമായിരുന്നു. അപ്പോൾ അതിന് ശേഷം എൻ്റെ വീട് എൻ്റെ അല്ല, വീടും സ്ഥലമൊന്നും എൻ്റെ അല്ല, അത് നമ്മുടെ പെങ്ങൾ അമ്മയുടെ കയ്യിൽ നിന്ന് എഴുതി മേടിച്ച് വെച്ചിരിക്കണം. ഞാൻ ഇതിനകത്ത് കിടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. 2021 കോവിഡിന് ശേഷം എനിക്ക് സുഖമില്ലാതെ വന്നിട്ട് 48 ദിവസത്തോളം കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു. 2-3 ഓപ്പറേഷനിലൂടെ എൻ്റെ അതിൽ നിന്നും മാറ്റം വന്നത്. കാരണം ഷുഗറൊക്കെ ഓവറായി പഴുപ്പായി ശരീരം മുഴുവൻ. ആ പഴുപ്പെടുത്ത് എൻ്റെ ഈ ബോള് ഓപ്പറേഷൻ ചെയ്ത അതിനുശേഷം 2021 കഴിഞ്ഞ് 2022 ഞാൻ ഇതിനകത്ത് വന്ന് അമ്മ 2019 മരിച്ചതിന് ശേഷം ആരുമില്ല, എനിക്കൊരു കുടുംബം ഉണ്ടായിരുന്നു. അതൊക്കെ ഈ വീടും ഒന്നും എനിക്കില്ലാത്തതിൻ്റെ പേര് അവരുമൊക്കെ എന്നെ ഇട്ടേച്ച് പോയതാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതിനകത്ത് വന്ന് കയറി 6 മാസത്തോളം കോട്ടയത്തെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു, കോഴിക്കോട് നിന്ന് പോന്നിട്ട് യൂറിൻ ട്യൂബോട് സഹിതം. ഈ സമയത്തൊന്നും ഇവരാരും അന്വേഷിക്കണോ തിരക്കണോ ഒന്നുമില്ല. അത് കഴിഞ്ഞാണ് ഈ അതിദരിദ്രരുടെ ലിസ്റ്റിൽ ഈ വാർഡിൻ്റെ ഇതിൽ എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നും അതിൻ്റെ പേരിലുള്ള ചില ആനുകൂല്യങ്ങൾ തരുമെന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അറിയിക്കുന്നതും അവരതും പ്രകാരം ഇവിടെ വന്ന് അന്വേഷിച്ച് പോയവരൊക്കെ ചോദിച്ചതിനനുസരിച്ച് എനിക്ക് എന്താ ചെയ്യാൻ പറ്റണമെന്ന് ചോദിച്ചപ്പോൾ ലോട്ടറി ബിസിനസ് ആയിരുന്നു എൻ്റെ, അത് തന്നെ ചെയ്യാം. പക്ഷെ അത് സൈക്കിളിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ബോൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് സൈക്കിളിൽ ഓട്ടാൻ പറ്റില്ല. അങ്ങനെ ഒരു തട്ടും ലോട്ടറിയൊക്കെ കൂടി അതിൻ്റെ ഇതിൽ അവർ തന്നതാണ്. അപ്പോൾ അതും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ അത് നിർത്തി. അപ്പോൾ അതിനുശേഷം ഇത് മെയിൻറ്റെയിൻ ചെയ്യാമെന്നും പറഞ്ഞ് വന്നപ്പോൾ എൻ്റെ പേരിലല്ലാത്തത് കൊണ്ട് അത് അതിൻ്റെ അനുവാദം കിട്ടൂലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ അവരൊരു 3 സെൻറ്റ് സ്ഥലവും ഒരു വീടും കൂടി തരാമെന്നും പറഞ്ഞ് അതിന് വേണ്ടി സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ നേരത്തെ എന്നെ വിളിച്ചിരുന്നു. അതിന് ഞാൻ പോയിരുന്നു. അത് കഴിഞ്ഞ് പെരയുടെ പണി നടക്കണുണ്ട് എന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പറഞ്ഞുള്ള അറിവുള്ളൂ എനിക്ക്. അപ്പോൾ ഇങ്ങനെ ഓരോ ആനുകൂല്യങ്ങളും കിട്ടണതിനെ പറ്റി തൊഴിലിനുള്ള ലോട്ടറി അല്ലെങ്കിൽ അതുകൊണ്ട് ബന്ധപ്പെട്ടുള്ള സംഭവം നൽകി വീടും ഈ നഗരസഭ നൽകിയിട്ടുണ്ട് അല്ലേ? അതൊക്കെ കിട്ടി. ഇതിൽ ഈ നഗരസഭ കൗൺസിലർ സാജുവുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ തന്നെ ലോട്ടറിയുമായി ബന്ധപ്പെട്ടും കൂടാതെ വീട് ഉൾപ്പെടെ തന്നിട്ടുണ്ട്. പിന്നെ ഈ കൂപ്പണുമായിട്ട് വന്നപ്പോൾ താങ്കൾ പറഞ്ഞത് ഈ കൂപ്പൺ എനിക്ക് വേണ്ട, എന്നെ പോലെ അർഹതപ്പെട്ട മറ്റൊരാൾക്ക് കൊടുത്താൽ മതി എന്നുള്ളതാണ്. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ. എനിക്ക് ഈ കൂപ്പണും ഈ കിറ്റിൻ്റെ കാര്യം എനിക്കറിയില്ല. കാരണം ഞാൻ അങ്ങനെ അത് അറിയണമെന്ന് പറഞ്ഞാൽ ഒരു മാസം മുമ്പ് ഈ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ അതിൻ്റേതാണ് 2 കുട്ടികൾ ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ അച്ഛനീ അതിദരിദ്രരുടെ ലിസ്റ്റിലാണല്ലോ, അതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ അച്ഛനും കിട്ടണുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ലോട്ടറി തട്ടും ഇതൊക്കെ കൂടി തന്നിരുന്നു കച്ചവടത്തിന്. അത് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാതെ ഒരു സാഹചര്യം വന്നപ്പോൾ സാമ്പത്തികമായിട്ട് ഞാൻ ആഘാതത്തിലാണ്, അതുകൊണ്ട് എന്നെക്കൊണ്ട് രക്ഷയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എന്നെ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഇങ്ങനെ ഒരു 3 സെൻറ്റ് സ്ഥലവും വീടും കൂടി അനുവദിച്ചിട്ടുണ്ടെന്ന് ഇതൊക്കെ മുനിസിപ്പാലിറ്റി നേരിട്ട് എന്നെ വിളിച്ച് അറിയിച്ചുള്ള കാര്യങ്ങളായി. കൗൺസിലർ മുഖാന്തരമല്ല ഇതൊന്നും ഞാൻ അറിഞ്ഞേക്കണത്. അങ്ങനെ അവിടെ ചെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് തരുമ്പം പുള്ളി നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതല്ലാതെ അവിടുന്ന് അറിയിക്കേണ്ട ഒരു കാര്യങ്ങളും ഇവിടെ വന്ന് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് എന്നോട് കിറ്റ് കിട്ടണ്ടോ. അപ്പോൾ ഈ പെൻഷൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ എനിക്ക് 60 വയസ്സായത്. ആ സമയം മുതൽ ആ പെൻഷൻ എങ്കിലും കിട്ടിയാൽ എൻ്റെ ഒരു നേരത്തെ ആഹാരത്തിനെങ്കിലും
ആകുമല്ലോ എന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ അതിനു വേണ്ടി കുറേ ആയിട്ട് പുള്ളിയുടെ പുറകെ നടക്കുക. അവസാനം പുള്ളിയെ കൊണ്ട് എന്നെ ഇതൊന്നും ചെയ്തു തരാൻ പറ്റാവുന്നപ്പോൾ ഇതിന് എന്തെല്ലാം പേപ്പറുമായിട്ട് ഞാൻ പോകണം എന്നുള്ളതിനെ പറ്റി അന്വേഷിച്ചു. അപ്പം സർട്ടിഫിക്കറ്റും വരുമാന സർട്ടിഫിക്കറ്റും എൻ്റെ സർട്ടിഫിക്കറ്റും റേഷൻ കാർഡും ആധാറും ഫോട്ടോയും കൊണ്ട് ചെല്ലാൽ മതി. അപ്പോൾ ഈ വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ളതിനെ പറ്റി തിരക്കിയപ്പോൾ അത് കരാടച്ച രസീതൊക്കെ ആയിട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. എനിക്ക് വീടും സ്ഥലമൊന്നും ഇല്ലാത്തടത്ത് എവിടെ കരാട. ഇവിടെ ഈ ഭക്ഷ്യധാന്യ കൂപ്പൺ അതായത് അത് 2024 ഡിസംബർ മുതൽ ഈ കൗൺസിൽ കൈപ്പറ്റുന്നു, അത് താങ്കൾക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് താങ്കളുടെ പരാതിയിൽ പറയുന്നത് അല്ലേ? അതെ, എൻ്റെ പരാതി പറയണമെന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ വന്ന് അന്വേഷിച്ചപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടണില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ പെൻഷൻ്റെ പേപ്പർ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ അക്ഷയയിൽ ചെന്നു. അക്ഷയയിൽ നിന്ന് ഇതെല്ലാം കൂടി കൊണ്ട് മുനിസിപ്പാലിറ്റി കൊടുക്കാൻ ചെന്നപ്പോഴാണ് അവിടെ വെച്ച് ഇതിനെപ്പറ്റി ചോദ്യം ഉണ്ടായപ്പോൾ എനിക്ക് കിട്ടണില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ആ സെക്ഷനിൽ അന്വേഷിച്ചപ്പം ആ സെക്ഷനിൽ നിന്ന് ഈ കിറ്റ് ആരോ മേടിക്കുന്നുണ്ട് എന്നുള്ളത് അവിടെ നിന്ന് അറിവ് കിട്ടി. അതിനുശേഷം അതിൻ്റെ അടുത്ത ദിവസം മുനിസിപ്പൽ സെക്രട്ടറി എന്നെ വിളിച്ചേച്ച് ചോദ്യം. ഇപ്പോൾ ഞാൻ അവരോടും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു പരാതിയായിട്ട് എഴുതി തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ പരാതി കൊടുത്തത്. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം ചെയർപേഴ്സൺ വിളിപ്പിച്ചിരുന്നു. അവരുടെ മുമ്പിലും അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പോൾ ഈ ഒക്ടോബർ മാസത്തിലെ കിറ്റ് മേടിച്ചിട്ടില്ല, അപ്പോൾ അത് നിങ്ങൾ നേരിട്ട് തന്നെ മേടിക്കുമെന്നും പറഞ്ഞ് ഞാൻ ചെന്നപ്പോഴാണ് ഞാൻ ഒപ്പിടാൻ നേരത്ത് നോക്കുമ്പം ആ ബുക്കയിൽ എല്ലാ മാസവും മേടിക്കുന്നതായിട്ട് ഒപ്പിട്ട് കൂപ്പൺ മേടിക്കുന്നതായിട്ട് അത് ഈ സാജു എന്ന് പറയുന്ന കൗൺസിലാണ് അവിടെ ഒപ്പിട്ടേക്കണം അവിടെ. തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഈ കൗൺസിൽ ഈ ഭക്ഷ്യ കൂപ്പൺ അത് വാങ്ങുന്നതായി ഒപ്പിട്ട് വാങ്ങിക്കുന്നു, ഇദ്ദേഹത്തിന് ലഭിക്കുന്നില്ല, ഇദ്ദേഹത്തിൻ്റെ അനുമതി പ്രകാരമല്ല മറ്റൊരാൾക്ക് കൊടുത്തതെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ കൗൺസിൽ വ്യക്തമാക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ അനുമതി പ്രകാരമാണ് ഈ കൂപ്പൺ മറ്റൊരാൾക്ക് കൊടുത്തതെന്നുള്ളതാണ്. എന്തായാലും ഇതൊരു വിവാദമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ക്യാമറമാൻ ലേഷ് കാഞ്ചിക്കാവിനൊപ്പം സിബി ജോസഫ്, മീഡിയ 1, ആലപ്പുഴ.